جزيرة هرمز تايم مثلا بگیم مثلا 1 ساعت 1 clock സിറ്റി സെന്റർ ഓക്കെ ഫുഡ് ഗുഡ് റെസ്റ്റോറന്റ് അവസാനോ നിങ്ങൾ പറഞ്ഞ ഗുഡ് റെസ്റ്റോറന്റ് ഫുഡ് ഇറാനിലെ രണ്ടാമത്തെ ദിവസം നമ്മള് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മൾ ടാക്സി വിളിച്ചാണ്. ഇതാണ് നമ്മുടെ ടാക്സി. നമ്മൾ നാട്ടിലുള്ള ടാക്സി അല്ല, ഫുള്ള് സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ മൊത്തം ലീവാണ്, മുഹറത്തിന്റെ ലീവാണ്. എന്നിരുന്നാലും നമുക്ക് ടാക്സി കിട്ടിയാണ്. ഇൻഷാ അല്ലാഹ് കയറിയിട്ടുണ്ട് പോലെ. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് മാർക്കറ്റിലെത്തിയിട്ട് കളയാം. മാർക്കറ്റിലെത്തിയിട്ട് കാണാം ബാക്കി കാര്യം. നാട്ടിൽ പോകുമ്പോൾ നമുക്ക് അവരുടേതായ കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പൊ ഇവിടെ വലിയ വണ്ടികൾ കുറവല്ലേ? ഇവിടെ വലിയ വണ്ടികൾ തീരില്ല. ഈ ഒരു ഭാഗത്ത് ഇപ്പൊ നമ്മളെ ബന്ദർബാസ് അല്ലേ, ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ വണ്ടികളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് ഹോട്ടലിൽ നിന്ന് വിളിച്ച് കിട്ടിയ വണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പോയി നോക്കാം. ബാഗ് തൂക്കിട്ടേ വലിയ മാർക്കറ്റ് ലീവാണ്. ഇവിടെ പോയി നോക്കി നോക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ബൈ. ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ കഴിച്ച അതേ റെസ്റ്റോറൻറ്റിലെത്തി. ആ ഒരു ഫുഡ് ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ വന്നത്. അപ്പോൾ ഇന്നും സെയിം അതേ ഫിഷ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഹായ്. ठीक है, नाम क्या है? नाम मेरा बेना. മാഷാ അല്ലാഹ്. അങ്ങനെ ഞങ്ങൾ ഇറാനിലെ റെസ്റ്റോറൻറ്റ് വന്നപ്പോൾ നെറ്റ് വെച്ചപ്പോൾ തന്നില്ല. അപ്പോൾ ഇവര് മൊബൈലിൽ നമുക്കൊരു വൈഫൈ അടിച്ചു തന്നു. നമ്മളെല്ലാവരും യൂസ് ചെയ്ത്. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നെറ്റ് നിർബന്ധമല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ നെറ്റൊക്കെ എടുത്ത് അപ്പോൾ അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ ഷിബ്ലി ഓർഡർ ചെയ്തേ? ഇന്നലെ ചെയ്തന്നെ ഫിഷ്. പിന്നെ കബാബ്, ചിക്കൻ കബാബ്, ഓക്കെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പറയാം. ഫുഡ് അടിപൊളി ഫുഡാണ്. മാഷാ അല്ലാഹ്. ഫുഡ് രക്ഷയിലുണ്ടോ, പൊളി ഫുഡ്. വൈറ്റ് റൈസ് പറഞ്ഞപ്പോൾ കുറേ മസാല റൈസ് കൊണ്ട് തന്നിട്ടുണ്ട്. വൈറ്റ് റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. യൂസ്ഫാക്കി ഇങ്ങനെ ചക്കരൊക്കെ ഇട്ട് വേണമെന്നാണ്. ഓ, ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ ഫിഷ്. ഓക്കെ, അടിപൊളി. അപ്പോൾ ചെമ്മീനൊക്കെ ഉണ്ട്, ഒന്ന് കഴിച്ചു നോക്കാം. ഞാൻ കോർണേഴ്സ് ഭാഗത്താണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. അതായത് റെസ്റ്റോറൻറ്റ് പേര് ഹൈദ. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെ അടിപൊളിയല്ലേ? അടിപൊളി ഫുഡ്. യൂസ്ഫായി എങ്ങനെയുണ്ട് ഫുഡൊക്കെ? അടിപൊളി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇറാനിൽ വരുന്ന ആൾക്കാർ ഈ ഒരു ഇറാനില് ബന്ദർബാസിൽ വരുന്ന ആളുകൾ, ബന്ദർബാസ് അതായത് ഇപ്പോൾ നമ്മൾ ഷിപ്പിലൊക്കെ വന്ന് വണ്ടി വെക്കുമ്പോൾ ഈ ഒരു ലൊക്കേഷൻ നോക്കി വന്നോളി. ഫുഡ് ഒരു രക്ഷയില്ല. ഫിഷും ചിക്കനും മട്ടനൊക്കെ വേറെ ലെവല്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ വീഡിയോ എടുക്കാറുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോവാണ്. ഓക്കെ, നമ്മൾ ദുബായിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി. എന്തൊക്കെ പറഞ്ഞതറിയാം ഇവിടെ സ്ഥലങ്ങളിലൊക്കെ. ഭയങ്കര 10 ദിറംസ് കൊടുത്തിട്ട് നമുക്ക് 1 കിലോ പഴവും പ്ലംസും കിട്ടി. എന്നിട്ട് ബാക്കി തന്ന പൈസ ജ്യൂസ്, മുന്തിരി ജ്യൂസും ഉണ്ട്. എന്നിട്ട് നമുക്ക് കിട്ടിയ പൈസയാണ് പോയത്. ഒരു കെട്ട് പൈസ ഉണ്ട്. ഇത് പോക്കറ്റിൽ ഇവര് ബാഗ് കൊണ്ടുവന്നോ? ബാഗാണ് ഈ ബാഗില്. അതെ. അങ്ങനെ പൈസ വേറെ ലെവലാട്ടോ. അപ്പൊ നാട്ടിൽ നിന്ന് വരുമ്പോ ഒരു കാർഡില് പൈസ ആക്കലാണ് നല്ലത്. ഇവിടുത്തെ ഒരു കാർഡ് അറേഞ്ച് ചെയ്യാം, എന്നിട്ട് പൈസ ആക്കാം. ഫ്രൂട്ട്സ് വാങ്ങാൻ കയറിയാണ്. ഇറാനി പൈസ വേറെ ലെവലാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ, ഉച്ചക്കത്തെ വീഡിയോ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ബാക്കി നൈറ്റ് ഫുഡ്. ഓക്കെ.